ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSലേക്ക് ഏവർക്കും സ്വാഗതം. PSC എക്സാമിന് കെമിസ്ട്രിയിൽ നിന്നും സ്ഥിരമായി ചോദിക്കുന്ന ഏതാനും ചോദ്യങ്ങളും അവയുടെ വസ്തുതകളും ഏതൊക്കെയെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? എ അയൺ പൈറൈറ്റിസ്, ബി കോപ്പർ പൈറൈറ്റിസ്, സി ഹേമറ്റൈറ്റ്, ഡി ബോക്സൈറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അയിരാണ് ലീച്ചിങ് പ്രക്രിയ വഴി സാന്ദ്രണം നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ബോക്സൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? 1 ഉരുകി വേർതിരിക്കൽ, 2 കാൽസിനേഷൻ, 3 ലീച്ചിങ്, 4 റോസ്റ്റിംഗ്. ഓപ്ഷൻ എ only 1 and 3, ഓപ്ഷൻ ബി only 1, 2 and 4, ഓപ്ഷൻ സി only 2 and 4, ഓപ്ഷൻ ഡി only 2, 3 and 4. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി only 2 and 4, കാൽസിനേഷനും റോസ്റ്റിങ്ങും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? അലൂമിനിയത്തിൻ്റെ അയിരിൻ്റെ സാന്ദ്രീകരണത്തിന് ഉപയോഗിക്കുന്ന പ്രക്രിയയുടെ പേരെന്ത്? എ പ്ലവന പ്രക്രിയ, ബി ലീച്ചിങ്, സി ജലപ്രവാഹത്തിൽ കഴുകുക, ഡി കാന്തിക വിഭജനം. ആൻസർ ബി ലീച്ചിങ്. കെമിസ്ട്രിയിലെ ലോഹ നിഷ്കർഷണം മെറ്റലർജി എന്ന ഭാഗത്ത് നിന്നാണ് ഈ ക്വസ്റ്റ്യനുകൾ വന്നിരിക്കുന്നത്. എന്താണ് ലോഹ നിഷ്കർഷണം? ലോഹ നിഷ്കർഷണം എന്നാൽ ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം. ഒരു അയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നാണ് ലോഹ നിഷ്കർഷണം. 1 അയിരിൻ്റെ സാന്ദ്രണം കോൺസെൻട്രേഷൻ ഓഫ് ഓർ, 2 സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, 3 ലോഹ ശുദ്ധീകരണം, റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ 3 ഘട്ടങ്ങളാണ് ലോഹ നിഷ്കർഷണത്തിലുള്ളത്. അതിൽ PSC പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അയിരുകളുടെ സാന്ദ്രണം എന്ന ഭാഗത്ത് നിന്നാണ്. അപ്പോൾ എന്താണ് അയിരുകളുടെ സാന്ദ്രണം? ഏതൊക്കെയാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് നോക്കാം. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യമാണ് ഗാങ് എന്നറിയപ്പെടുന്നത്. ഈ ഗാങ്ങിനെ അയിരിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് അയിരിൻ്റെ സാന്ദ്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂവൽക്കത്തിൽ നിന്നും ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യമായ ഗാങ്ങിനെ ആ അയിരിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയിരിൻ്റെയും അപദ്രവ്യത്തിൻ്റെയും പ്രത്യേകത അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചിരിക്കും ഇത് ഏത് തരം സാന്ദ്രണ രീതി ഉപയോഗിക്കണമെന്നത്. ഒന്നാമത്തെ സാന്ദ്രണ രീതിയാണ് ജലപ്രവാഹത്തിൽ കഴുകൽ. ജലപ്രവാഹത്തിൽ കഴുകാൻ ഉപയോഗിക്കുന്ന അയിരിൻ്റെയും അപദ്രവ്യത്തിൻ്റെയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതായിരിക്കണം, അയിരിന് സാന്ദ്രത കൂടുതലായിരിക്കണം. സാന്ദ്രത കൂടിയ അയിരും സാന്ദ്രത കുറഞ്ഞ അപദ്രവ്യവും. അപ്പോൾ സാന്ദ്രത കൂടിയ അയിരിന് ഉദാഹരണങ്ങളാണ് സ്വർണത്തിൻ്റെ അയിര്, ഓക്സൈഡ് അയിരുകൾ എന്നിവ. ഇവയ്ക്ക് സാന്ദ്രത കൂടുതലായതുകൊണ്ട് തന്നെ ജലപ്രവാഹത്തിൽ കഴുകുമ്പോൾ മുകളിൽ ഒഴുകുന്ന ജലത്തിന് മുകളിൽ ഇത് അടിയുകയും അപദ്രവ്യം താഴേക്ക് ഒലിച്ചു പോവുകയും ചെയ്യും. ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ജലപ്രവാഹത്തിൽ കഴുകി വേർതിരിക്കുന്ന അയിരുകളാണ് സ്വർണത്തിൻ്റെ അയിരുകളും ഓക്സൈഡ് അയിരുകളും. അടുത്ത സാന്ദ്രണ രീതിയാണ് പ്ലവന പ്രക്രിയ. പ്ലവന പ്രക്രിയ ഇതിലെ അപദ്രവ്യത്തിൻ്റെ അയിരിൻ്റെയും പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ അപദ്രവ്യം സാന്ദ്രത കൂടുതലായിരിക്കും, അയിരിന് സാന്ദ്രത കുറവായിരിക്കും. നേരത്തെ അയിരിന് സാന്ദ്രത കൂടുതലാണെങ്കിൽ ഇവിടെ അയിരിന് സാന്ദ്രത കുറവാണ്, അപദ്രവ്യത്തിനാണ് സാന്ദ്രത കൂടുതൽ. ഈ പ്ലവന പ്രക്രിയയിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അയിരിനെയും പൈൻ ഓയിലിനെയും ജലത്തെയും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ സ്റ്റിർ ചെയ്യുമ്പോൾ ഇത് പതയുണ്ടാവും. ഈ പതയിൽ അയിരിന് സാന്ദ്രത കുറവായതുകൊണ്ട് തന്നെ ഈ പതയിൽ അടിയുകയും സാന്ദ്രത കൂടിയ അപദ്രവ്യം താഴെ അടിയുകയും ചെയ്യും.
അങ്ങനെ നമുക്ക് ഈ പത മാറ്റി അതിൽ നിന്നും നമുക്ക് അയിരിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും. ഇതാണ് പ്ലവന പ്രക്രിയ. അപ്പോൾ സാന്ദ്രത കുറഞ്ഞ അയിരിന് ഉദാഹരണമാണ് സൾഫൈഡ് അയിരുകളും സിങ്ക് ബ്ലെൻഡ് പോലുള്ളവ. സൾഫൈഡ് അയിരുകൾ, സിങ്ക് ബ്ലെൻഡ് പോലുള്ളവയൊക്കെ ഈ പ്ലവന പ്രക്രിയ വഴിയാണ് വേർതിരിച്ചെടുക്കുന്നത്. കാന്തിക വിഭജനം. ഇതിൽ അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്ക് കാന്തിക വിഭജനം വഴി വേർപെടുത്താൻ കഴിയും. അയിരിന് കാന്തിക സ്വഭാവം ഉള്ളതിന് എക്സാമ്പിളാണ് മാഗ്നറ്റൈറ്റ്. ഇരുമ്പിൻ്റെ അയിരായ മാഗ്നറ്റൈറ്റിനെ വേർതിരിക്കുന്നത് കാന്തിക വിഭജനം ഉപയോഗിച്ചാണ്. അതുപോലെ തന്നെ ടിന്നിൻ്റെ അയിരായ ടിങ്സ്റ്റോണിനെ അയൺ ടങ്സ്റ്റേറ്റിൽ നിന്നും വേർതിരിക്കുന്ന പ്രക്രിയ ഇതിന് ഉദാഹരണമാണ്. ഇതിൽ അയൺ ടങ്സ്റ്റേറ്റ് എന്ന് പറയുന്ന അപദ്രവ്യത്തിനാണ് കാന്തിക സ്വഭാവം ഉള്ളത്. ടിങ്സ്റ്റോണിന് കാന്തിക സ്വഭാവം ഇല്ല. അടുത്ത സാന്ദ്രണ രീതിയാണ് ലീച്ചിങ്. അനുയോജ്യമായ ലായനിയിൽ അയിര് ചേർക്കുമ്പോൾ അത് രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ലയിക്കുന്നു. ലയിക്കാത്ത അപദ്രവ്യങ്ങളെ അരിച്ചു മാറ്റുന്നു. അരിച്ചു കിട്ടിയ ലായനിയിൽ നിന്ന് രാസപ്രക്രിയയിലൂടെ ശുദ്ധമായ അയിര് വേർതിരിക്കുന്നു. അലൂമിനിയത്തിൻ്റെ അയിരായ ബോക്സൈറ്റ് ഈ രീതിയിലാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അപദ്രവ്യത്തിൻ്റെയും അയിരിൻ്റെയും പ്രത്യേകതകളും അല്ലെങ്കിൽ സ്വഭാവങ്ങളും, അതുപോലെ തന്നെ ഈ ഓരോ സാന്ദ്രണ രീതിയുടെയും എക്സാമ്പിളുകളും. അയിരിന് സാന്ദ്രത കൂടുതലും അപദ്രവ്യത്തിന് സാന്ദ്രത കുറവുമാണെങ്കിൽ ഏത് രീതി അവലംബിക്കാം? ജലപ്രവാഹത്തിൽ കഴുകൽ. ഇനി അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ സ്വീകരിക്കാവുന്ന സാന്ദ്രണ രീതിയാണ് കാന്തിക വിഭജനം. ഇനി അയിരിന് സാന്ദ്രത കുറവും അപദ്രവ്യത്തിന് സാന്ദ്രത കൂടുതലുമാണെങ്കിൽ ഉപയോഗിക്കാവുന്ന രീതിയാണ് പ്ലവന പ്രക്രിയ. ഇനി അയിര് ഏതെങ്കിലും ഒരു പ്രത്യേക ലായനിയിൽ ലയിക്കുകയും അപദ്രവ്യം ലയിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ലീച്ചിങ് ഉപയോഗിച്ച് ഇതിനെ വേർതിരിക്കാം. ആ പ്രക്രിയയാണ് ലീച്ചിങ്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.